ചിലർ പറയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എല്ലാം ശരിയാണ്, പക്ഷേ സ്ത്രീയുടെ സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നയം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മറ്റു ചിലർ പറയും എല്ലാം ശരിയാണ്, പക്ഷേ ഹിജാബിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നയം അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. ഇത് പുതിയ കാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു വാദഗതിയാണ്. ഇതിനെ നമുക്ക് ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും യുക്തിവാദം എന്നേ പറയാൻ കഴിയുന്നുള്ളൂ. താൻ പിന്തുണക്കുന്നില്ലാത്ത ഇസ്ലാമിൻ്റെ നയങ്ങൾ തൻ്റെ യുക്തി സ്വീകരിക്കുന്നില്ല എന്ന കാരണത്താൽ തള്ളിക്കളയുകയാണ് അങ്ങനെ പറയുന്നവർ ചെയ്യുന്നത്. ഇതുതന്നെയാണ് മനുഷ്യകുലത്തിൽ ആദ്യമായി കണ്ട അല്ലെങ്കിൽ സൃഷ്ടാവ് പഠിപ്പിച്ച പാഠവും. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും അദ്ദേഹത്തോട് ആദരവ് കാണിക്കുവാൻ അള്ളാഹു ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇബ്ലീസ് പറഞ്ഞത് ഇതേ യുക്തിയായിരുന്നു. ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദം മണ്ണുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തീയും മണ്ണും ഒരു പട്ടികയിൽ വന്നാൽ മുകളിൽ നിൽക്കുക തീയാണ്. അതുകൊണ്ട് ഞാനാണ് വലുത്, വലിയവർ ചെറിയവരെ ബഹുമാനിക്കുന്നത് യുക്തിസഹമല്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കണം. ഇബ്ലീസുൽ ലഈൻ ഒരിക്കലും അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല. ഇബ്ലീസ് പറയുന്നതായി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ. ഇതിൽ രണ്ട് കാര്യങ്ങൾ ഇബ്ലീസ് പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ റബ്ബായി ഇബ്ലീസ് കാണുന്നുണ്ട്. രണ്ട്, അന്ത്യനാൾ സംഭവിക്കും എന്നതിൽ ഇബ്ലീസ് വിശ്വസിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് ഖുർആൻ ഇബ്ലീസിനെ ഉദ്ധരിക്കുമ്പോൾ ഫബി ഇസ്സതിക എന്ന് പറയുന്നുണ്ട്. നിൻ്റെ പ്രതാപം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണയിടുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളും മറ്റുമെല്ലാം ഇബ്ലീസ് അംഗീകരിക്കുന്നുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുകയോ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുകയോ അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന് പറയുകയോ ജീവിത പങ്കാളിയുണ്ട് എന്ന് വാദിക്കുകയോ ഒന്നും ചെയ്തതല്ല ഇബ്ലീസിനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുവാൻ കാരണം. അത് ഇത്തരം യുക്തിവാദമാണ്. അത് അത്യന്തം അപകടകരമാണെന്നും പണ്ഡിതന്മാർ. വസ്സലാം.